ഹലോ ഗൈസ്, വെൽക്കം ബാക്ക് ടു മൈ യൂട്യൂബ് ചാനൽ. അപ്പോൾ ഇന്നത്തെ വീഡിയോ എന്ന് പറയുന്നത് വേറൊന്നുമല്ല, ഒരു എഫക്റ്റീവ് സ്റ്റഡി റൂട്ടീനാണ്. SSLC എഫക്റ്റീവ് സ്റ്റഡി റൂട്ടീനാണ്. അപ്പോൾ 2-3 പേര് കമൻറ്റ് ഇട്ടിട്ടുണ്ടായിരുന്നു, എഫക്റ്റീവ് ആയിട്ടുള്ള ഒരു സ്റ്റഡി വ്ലോഗ് ചെയ്യുമോ, അതുപോലെ തന്നെ സ്റ്റഡി റൂട്ടീൻ ചെയ്യുമോ എന്നൊക്കെ ചോദിച്ചിട്ട്. അപ്പോൾ അതുകൊണ്ട് തന്നെ അത് രണ്ടെണ്ണം മിക്സ് ചെയ്തിട്ട് ഒരു SSLC 10th എഫക്റ്റീവ് സ്റ്റഡി റൂട്ടീനാണ് ഇന്നത്തെ വീഡിയോ ആയിട്ട് വന്നിട്ടുള്ളത് കേട്ടോ. ഈ ഒരു വീഡിയോ ഇഷ്ടപ്പെട്ട് കഴിഞ്ഞാൽ സ്കിപ്പ് ചെയ്യാതെ തന്നെ ഇരുന്ന് കാണണേ. അതുപോലെ തന്നെ നമ്മുടെ ചാനൽ കണ്ടിട്ട് ഇഷ്ടപ്പെട്ട് കഴിഞ്ഞാൽ സബ്സ്ക്രൈബ് ചെയ്യാനും ലൈക്ക് ചെയ്യാനും നിങ്ങളുടെ അഭിപ്രായങ്ങൾ പോസിറ്റീവ് ആണെങ്കിലും നെഗറ്റീവ് ആണെങ്കിലും കമൻറ്റ് ചെയ്യാൻ മറക്കണ്ട. പിന്നെയാണെങ്കിൽ നമ്മുടെ ഹൈപ്പ് എന്ന് പറഞ്ഞിട്ടുള്ള ഓപ്ഷനും ഏബിൾ ചെയ്യാൻ വേണ്ടിയിട്ട് മറക്കണ്ട കേട്ടോ. ഈ വ്ലോഗ് ഞാൻ 1:40 കേട്ടോ സ്റ്റാർട്ട് ചെയ്തിട്ടുണ്ടായിരുന്നത്. അപ്പോൾ ഇപ്പോൾ അൺബോക്സ് ചെയ്യുന്നത് വേറൊന്നുമല്ല, നമ്മുടെ വൈറ്റ് ഡെസ്ക് ആണ്. ഒത്തിരി സന്തോഷം കേട്ടോ. ഇന്നത്തെ ദിവസം എന്ന് പറയുമ്പോൾ എനിക്ക് ഒരുപാട് സ്പെഷ്യലാണ്. ഇന്നത്തെ ദിവസം മാത്രമല്ല കേട്ടോ, ഈ ഒരു ഏപ്രിൽ മെയ് ഈ 2 മാസവും എനിക്ക് ഭയങ്കര സന്തോഷം നൽകിയൊരു മാസങ്ങളായിരുന്നു. കാരണം എന്താണെന്നുള്ളതൊക്കെ ഞാൻ പിന്നെ നിങ്ങൾക്ക് റിവീൽ ചെയ്യാം കേട്ടോ. കുറേ കാര്യങ്ങളൊക്കെ ചോദിക്കുന്നുണ്ട് യൂട്യൂബ് ചാനലിനെ പറ്റിയിട്ടായാലും, അങ്ങനെ കുറേ ക്വസ്റ്റ്യൻസൊക്കെ ചോദിക്കുന്നുണ്ട്. എല്ലാവരും റിവീൽ ചെയ്യുന്നതായിരിക്കും. അപ്പം ഇന്ന് രാവിലെ ഒരു 11:30 ആയപ്പോഴേക്കും നമ്മുടെ ഡെസ്ക് വന്നിട്ടുണ്ടായിരുന്നു. അപ്പം അതിൻ്റെ സന്തോഷത്തിൽ അത് കാട്ടിയെന്നുള്ളൂ കേട്ടോ. എന്തായാലും അതൊക്കെ ഫിറ്റ് ചെയ്തിട്ട് നമ്മൾ അടിപൊളിയായിട്ടുള്ളൊരു ഡെസ്ക് മേക്ക് ഓവർ പ്ലാൻ ചെയ്തിട്ടുണ്ട്. നാളെ അല്ലെങ്കിൽ മറ്റന്നാൾ വീഡിയോ എന്തായാലും വരും കേട്ടോ. അപ്പോൾ നിങ്ങളൊന്ന് വെയിറ്റ് ചെയ്യുക. ഒരു 1:55 2 മണിയോട് അടുപ്പിച്ചിട്ട് നമ്മൾ പഠിക്കാൻ വേണ്ടിയിട്ട് ഇരുന്നിട്ടുണ്ടായിരുന്നു കേട്ടോ. നാളെ മുതൽ എനിക്ക് ക്ലാസ് തുടങ്ങുകയാണ്. എന്താ വെച്ച് കഴിഞ്ഞാൽ നമ്മുടെ ക്രാഷ് കോഴ്സിൻ്റെ ഓൺലൈൻ ക്ലാസ് രാവിലെ ഉണ്ടാവും. അതുകൂടാതെ രാത്രി ഒരു വൈകിട്ട് ഈവനിങ് ടൈമിൽ എനിക്ക് ഓഫ്ലൈൻ ആയിട്ടുള്ള റെഗുലർ ട്യൂഷൻ തുടങ്ങുന്നുണ്ട്. ന്യൂട്ടൺസിൻ്റെ ആണ് കേട്ടോ. സൈലം അസ്ത്ര ബാച്ചിലൊന്നും അല്ല കേട്ടോ, എൻ്റെ വീടിൻ്റെ അടുത്തുള്ള ഒരു എഫക്റ്റീവ് ട്യൂഷൻ സെൻ്ററാണ് ന്യൂട്ടൺസ് എന്ന് പറയുന്നത്. അപ്പോൾ അവിടെയാണ് ഞാൻ ചേർന്നിട്ടുള്ളത്. ഓഫ്ലൈൻ ആയിട്ടാണുള്ളത്. അപ്പം ഈവനിങ് ആ ക്ലാസ്സും ഉണ്ടാവും, പിന്നെ മോർണിംഗ് ക്രാഷ് കോഴ്സിൻ്റെ ഓൺലൈൻ ക്ലാസ്സും ഉണ്ടാവും. അപ്പോൾ അതുകൊണ്ട് തന്നെ ഇനി വീഡിയോസൊക്കെ ഇടാനായിട്ട് ആകെ ഇത്തിരി ടൈമേ കിട്ടുള്ളൂ ഉച്ചക്ക്. അപ്പം ആ ഒരു ടൈമിൽ ഇടാൻ വേണ്ടിയിട്ട് നോക്കാം കേട്ടോ. വെറൈറ്റിക്ക് ഹോളിൽ ഇരുന്നില്ല, വെറൈറ്റിക്ക് അല്ല കേട്ടോ, ശരിക്കും അനീത്തി അവിടെ TV വെച്ചിരിക്കുകയാണ്. അവൾ TV കാണുന്ന ടൈമിൽ ഞാൻ വിചാരിച്ചു അവിടെ ഇരിക്കേണ്ടെന്ന്, ഇവിടെ വന്നിരിക്കാമെന്ന് വിചാരിച്ചു കേട്ടോ. അങ്ങനെ എൻ്റെ റൂമിൽ അടിയിലിരുന്നിട്ടാണ് ഞാൻ പഠിക്കുന്നത്. സാധാരണ ഞാൻ എല്ലാ നേരവും അടിയിലിരുന്നാണ് പഠിക്കാറുള്ളത്. പക്ഷേ വീഡിയോ ഒക്കെ എടുക്കുമ്പോൾ ആണ് ഞാൻ ടേബിളിൽ പോകാറുള്ളത് കേട്ടോ. അതും ഡൈനിങ് ടേബിളാണ്. അപ്പോൾ അതുകൊണ്ട് തന്നെ എനിക്കൊരു പ്രോപ്പറായിട്ടുള്ളൊരു പ്ലേസ് ഇല്ലാത്തത് കൊണ്ടാണ് ഞാൻ ശരിക്കും ഡെസ്ക് ഓർഡർ ചെയ്തത്. അത് എൻ്റെ സ്വന്തം പൈസ കൊണ്ടാണ് ഓർഡർ ചെയ്തിട്ടുണ്ടായിരുന്നത്. ഈ ഒരു ഡെസ്ക് മേക്ക് ഓവറിനുള്ള ഐറ്റംസ് ഫുള്ളും എൻ്റെ പൈസ കൊണ്ടാണ് കേട്ടോ ഞാൻ മേടിച്ചിട്ടുള്ളത്. അങ്ങനെ കുറേ സാധനമൊന്നും മേടിച്ചിട്ടില്ല കേട്ടോ. 1-2 ഐറ്റം മാത്രമേ ഞാൻ മേടിച്ചിട്ടുള്ളൂ, വേറെ ഒന്നും മേടിച്ചിട്ടില്ല. ഒരു ഐറ്റംസ് ഒക്കെ മേടിക്കാനായിട്ട് എൻ്റെ സ്വന്തം പൈസ എടുത്തതുകൊണ്ട് എനിക്ക് ഒത്തിരി സന്തോഷം തോന്നാറുണ്ട് കേട്ടോ. അത് മാത്രമല്ല അച്ഛനമ്മനെ ബുദ്ധിമുട്ടിക്കേണ്ട ആവശ്യവും വരാറില്ല. അപ്പോൾ അതുകൊണ്ട് തന്നെ ഒത്തിരി ഹാപ്പിയാണ് ഞാൻ. അപ്പം അങ്ങനെയുള്ള കുറേ കാര്യങ്ങളുണ്ട് കേട്ടോ. ഈ ഒരു ഏപ്രിലും മെയ്യും ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ നല്ലൊരു മനസ്സായിരുന്നു എനിക്കെന്ന് പറയുന്നത്. അപ്പോൾ എന്തായാലും സംഭവം എല്ലാ കാര്യങ്ങളും ഞാൻ റിവീൽ ചെയ്യുന്നതായിരിക്കും കേട്ടോ. പിന്നെ അപ്പം അതിൻ്റെ ഇടയ്ക്കാണ് വെള്ളം എടുത്തില്ലല്ലോ എന്ന് ആലോചിച്ചത്. സാധാരണ ഞാൻ ബോട്ടിലാണ് വെള്ളം കുടിക്കാറുള്ളത്. പക്ഷേ ഇപ്പോൾ ഞാൻ അങ്ങനെ ബോട്ടിൽ യൂസ് ചെയ്യാറേ ഇല്ല. മേടിച്ചിട്ടാകെ 1-2 പ്രാവശ്യം മാത്രമേ യൂസ് ചെയ്തിട്ടുള്ളൂ. അപ്പം കാര്യം വേറൊന്നുമല്ല, എനിക്ക് വെള്ളം എടുക്കാനായിട്ടുള്ള മടി, അതാണ് മെയിൻ റീസൺ എന്ന് പറയുന്നത്. അപ്പോൾ എൻ്റെ ഈ ഒരു ഡെസ്ക് സെറ്റപ്പൊക്കെ കഴിഞ്ഞിട്ട് നല്ല പ്രൊഡക്റ്റീവായിട്ട് ഞാൻ എന്തായാലും ബോട്ടിലൊക്കെ വെച്ചിട്ട് എന്താ പറയുക വെള്ളമൊക്കെ കുടിച്ച് അങ്ങനെ നല്ലൊരു പ്രൊഡക്റ്റീവ് വ്ളോഗ് എടുക്കണം എന്ന് ഞാൻ വിചാരിക്കുന്നുണ്ട്. എന്തായാലും നടക്കോ ഇല്ലയോന്നൊന്നും എനിക്കറിയില്ല, മാക്സിമം ട്രൈ ചെയ്യാം കേട്ടോ. ഇനി ഞാൻ പോയിട്ട് ജഗ് എടുത്തിട്ട് വന്നിട്ടുണ്ട് കേട്ടോ. ഈ ഒരു ജഗ്ഗിലാണ് ഞങ്ങൾ എല്ലാവരും വെള്ളം കുടിക്കാറുള്ളത്. അപ്പം ജഗ്ഗോടെ ഞാൻ എടുത്തിട്ട് വന്നിട്ടുണ്ട്. വേറൊന്നുമല്ല, നല്ല ചൂടായതുകൊണ്ട് എനിക്ക് നല്ലോണം വെള്ളം വേണം. അപ്പം അതുകൊണ്ട് തന്നെ ഞാൻ ജഗ്ഗോടെ കുടിക്കാമല്ലോ എന്ന് വിചാരിച്ചിട്ട് അങ്ങനെ എടുത്തിട്ട് വന്നതാണ്. അങ്ങനെ ഇത് പഠിക്കാനൊക്കെ ഇരുന്നിട്ടുണ്ട്. മാത്സ് തന്നെയാണ് പഠിക്കുന്നത്. ഞാൻ പറഞ്ഞിട്ടുണ്ടായിരുന്നു മെയ് 7-ാം തീയതി മുതൽ, എന്ന് വെച്ചാൽ മറ്റന്നാൾ മുതലൊക്കെ ആയിരിക്കും നമ്മൾ മിക്കവാറും ഓൾ സബ്ജക്റ്റ് സ്റ്റഡി വ്ളോഗ് സ്റ്റാർട്ട് ചെയ്യുന്നത്. കാര്യം വേറൊന്നുമല്ല, നാളെ റെഗുലർ ട്യൂഷൻ തുടങ്ങുമ്പോൾ എല്ലാ സബ്ജക്റ്റും എടുക്കും. അപ്പോൾ അതുകൊണ്ട് തന്നെ ആ ഒരു ടൈമിൽ മുതൽ സ്റ്റാർട്ട് ചെയ്താൽ മതിയല്ലോ. എനിക്കാണെങ്കിൽ ട്യൂഷൻ തുടങ്ങുമ്പോൾ പഠിക്കുകയാണെങ്കിൽ ഇത്തിരി കൂടി നല്ല കാര്യമാണ്. എന്ന് വെച്ചാൽ നമ്മുടെ ട്യൂഷനിൽ ഉള്ള പഠിക്കലും നടക്കും, പിന്നെ വീഡിയോ ഇടാനും പറ്റും. അപ്പോൾ അതുകൊണ്ടാണ് ഞാൻ അങ്ങനെ ഒരു തീരുമാനം എടുത്തത്. മെയ് 7th സ്റ്റാർട്ട് ചെയ്തത് കേട്ടോ. പിന്നെ ആണെങ്കിൽ കുറേ പേര് പറഞ്ഞിട്ടുണ്ടായിരുന്നു ഇതുവരെ ഒന്നും സ്റ്റാർട്ട് ചെയ്തിട്ടില്ല. എനിക്ക് പറയാനുള്ളത്, ഇനിയും നിങ്ങൾക്ക് ടൈം ഉണ്ട് കേട്ടോ. ഈ ഒരു നാളെ മുതൽ നിങ്ങൾ ഇപ്പോൾ സ്റ്റാർട്ട് ചെയ്തു എന്ന് വെച്ചോ, നിങ്ങൾക്ക് അത്യാവശ്യം 1 മാസം പഠിക്കാൻ വേണ്ടിയിട്ട് കിട്ടും. അപ്പം എന്തായാലും ടൈം ഇത്തിരിയേ ഉള്ളൂ. നിങ്ങൾ എഫക്റ്റീവായിട്ട് പഠിക്കാൻ വേണ്ടിയിട്ട് ശ്രദ്ധിക്കുക. അപ്പം ഞാനാണെങ്കിൽ ഇടയ്ക്ക് ഇങ്ങനെ ഇരുന്ന് ബോറടിച്ചതും കൊണ്ട് ഇവിടെയൊക്കെ ജെല്ലിൻ്റെ അവിടെ വന്ന് ഇങ്ങനെ ഓരോന്നൊക്കെ നോക്കാൻ കേട്ടോ. നല്ല ചൂടാണ്, പുറത്താണെങ്കിൽ നല്ല വെയിലുണ്ട്. അതുകൊണ്ട് ഈ ഒരു വീഡിയോയിൽ തന്നെ നിങ്ങൾക്ക് കാണാൻ പറ്റും, നല്ല ലൈറ്റ് ഉണ്ട് കേട്ടോ അവിടെ. അപ്പം അതിനിടയ്ക്ക് അനിയത്തി വന്നിട്ടുണ്ടായിരുന്നു കേട്ടോ. അപ്പോൾ അവളിനോട് സംസാരിച്ചതാണ് ആ കാണുന്നത്. അപ്പോൾ നമ്മൾ പറഞ്ഞു വന്ന ടോപ്പിക്ക് വേറൊന്നുമില്ല, പഠിക്കാൻ സ്റ്റാർട്ട് ആക്കിയിട്ടില്ലെങ്കിൽ നാളെ മുതൽ പഠിക്കാൻ സ്റ്റാർട്ട് ചെയ്യുക. നല്ല അടിപൊളിയായിട്ട് തന്നെ പഠിക്കാൻ വേണ്ടിയിട്ട് ശ്രദ്ധിക്കുക. പിന്നെയാണെങ്കിൽ നമ്മൾ നേരത്തെ സ്റ്റാർട്ട് ചെയ്യുമ്പോഴുള്ളൊരു ഗുണം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ
നമുക്ക് എക്സാം ഒക്കെ ആകുമ്പോഴേക്കും അത്യാവശ്യം കവർ ചെയ്യാൻ പറ്റും. എന്ന് വെച്ച് കഴിഞ്ഞാൽ റിവിഷനൊക്കെ കഴിഞ്ഞ് നമുക്ക് അത്യാവശ്യം അടിപൊളിയായിട്ട് തന്നെ എക്സാം എഴുതാൻ പറ്റും. ഇനിയിപ്പോൾ നേരത്തെ സ്റ്റാർട്ട് ചെയ്തില്ല, ക്ലാസ് തുറക്കുന്ന ടൈമിൽ നിങ്ങൾ സ്റ്റാർട്ട് ചെയ്യണമെന്ന് വെച്ച് കഴിഞ്ഞാൽ കുഴപ്പമൊന്നുമില്ല, നന്നായിട്ട് പഠിച്ചാൽ മതി എന്നുള്ളൂ. സ്കൂളിലുള്ള ടീച്ചേഴ്സ്മാർ പെട്ടെന്ന് തന്നെ എന്തായാലും എടുത്തിട്ട് പോവും എല്ലാ പോർഷൻസും. അപ്പോൾ അതുകൊണ്ട് തന്നെ മനസ്സിലാക്കി പഠിക്കണം എന്നുണ്ടെങ്കിൽ നേരത്തെ തന്നെ സ്റ്റാർട്ട് ചെയ്യുന്നത് നല്ലൊരു കാര്യമാണെന്ന് ഞാൻ പറയും. അപ്പം അങ്ങനെയൊക്കെയാണ് എനിക്ക് അഭിപ്രായങ്ങൾ കേട്ടോ. അപ്പോൾ ഇനി നിങ്ങൾ സ്റ്റാർട്ട് ചെയ്തിട്ടില്ലെങ്കിൽ എന്തായാലും ഈ ഒരു മാസം തന്നെ സ്റ്റാർട്ട് ചെയ്യാൻ വേണ്ടിയിട്ട് ശ്രദ്ധിക്കുക. ഇത് മെയ് ആണ്, ഇനി അടുത്ത മാസം മുതൽ നമ്മൾ എന്താ പറയുക ക്ലാസ് സ്റ്റാർട്ട് ചെയ്യും. അപ്പോൾ അതുകൊണ്ട് തന്നെ കുറേ പഠിക്കാനുണ്ടാവും. അപ്പം എന്തായാലും സ്റ്റാർട്ട് ചെയ്യാൻ താല്പര്യമുള്ളവരുണ്ടെങ്കിൽ എന്തായാലും നാളെ തന്നെ സ്റ്റാർട്ട് ചെയ്ത് തുടങ്ങുക. നാളെ മുതൽ എനിക്ക് ക്രാഷ് കോഴ്സിൻ്റെ ഓൺലൈൻ ക്ലാസ് തുടങ്ങുന്നത് കൊണ്ട് തന്നെ എക്സാം ആയിട്ടുണ്ടാവുന്നത് ലാസ്റ്റ് എടുത്ത പ്രൂവ് ക്വസ്റ്റ്യൻസ് ആയിരുന്നു. എനിക്ക് പേടിയൊക്കെ ഉണ്ട് കേട്ടോ, കാര്യം പ്രൂവ് ക്വസ്റ്റ്യൻസ് എനിക്ക് ഒട്ടും ഇഷ്ടമില്ലാത്തതാണ്. എന്നാലും പഠിക്കാതിരിക്കാൻ പറ്റില്ലല്ലോ. അപ്പോൾ അതുകൊണ്ട് തന്നെ ഞാൻ ടാൻജൻറ്റിൻ്റെ ചാപ്റ്ററിലുള്ള ലാസ്റ്റത്തെ പ്രൂവ് ക്വസ്റ്റ്യൻസ് ഒക്കെയാണ് ഈ പഠിച്ചുകൊണ്ടിരിക്കുന്നത്. ഇത്ര ബുദ്ധിമുട്ടൊന്നുമില്ല, എന്നാലും അത്യാവശ്യം നല്ല ടൈം നമ്മൾ എടുത്തിട്ട് ചെയ്തു നോക്കേണ്ടി വരും. എന്ന് വെച്ച് കഴിഞ്ഞാൽ 2-3 പ്രാവശ്യമൊക്കെ ചെയ്ത് നോക്കുമ്പോഴേക്കും മിക്കവാറും പ്രൂവ് ക്വസ്റ്റ്യൻസ് ഒക്കെ നമുക്ക് കിട്ടുന്നുണ്ടാവാം. അപ്പോൾ അതുകൊണ്ട് തന്നെ അത്യാവശ്യം ടൈം പോവും. അപ്പം അതാണ് ഞാൻ ചെയ്തുകൊണ്ടിരിക്കുന്നത്. ഞാൻ പറഞ്ഞിട്ടാണ് ഇങ്ങനെ എഴുതി പഠിക്കുന്നത് കേട്ടോ. എഴുതി പഠിക്കുകയല്ല, ഇങ്ങനെ ചെയ്ത് നോക്കുക, മനസ്സിലാക്കിയിട്ട് ചെയ്ത് നോക്കുക. അങ്ങനെ ആകുമ്പോൾ നിങ്ങൾക്ക് മാത്സ് പെട്ടെന്ന് തന്നെ പഠിക്കാൻ വേണ്ടിയിട്ട് പറ്റും. ഞാൻ എൻ്റെ അമ്മയുടെ ഫോണിലാട്ടോ വീഡിയോസും കാര്യങ്ങളൊക്കെ എടുക്കുന്നത്. അച്ഛന് ജോലിക്ക് പോകുന്നത് കൊണ്ട് തന്നെ എനിക്ക് വീഡിയോസൊക്കെ എടുക്കാൻ പറ്റാറില്ല. അപ്പോൾ അതുകൊണ്ട് തന്നെ കുറേ മിസ്റ്റേക്സും കാര്യങ്ങളൊക്കെ ഉണ്ടാവും വീഡിയോയിൽ. അപ്പോൾ നിങ്ങളെല്ലാവരും അതൊന്ന് ക്ഷമിക്കുക കേട്ടോ. അമ്മയുടെ ഫോൺ ആയതുകൊണ്ടാണ് അങ്ങനെ ഓരോ മിസ്റ്റേക്സ് ഒക്കെ വരുന്നത്. അച്ഛൻ്റെ ഫോണിൽ നല്ല ക്ലാരിറ്റിയാണ് കേട്ടോ ഈ ഒരു ക്യാമറ ഒക്കെ കാണാൻ വേണ്ടിയിട്ട്. പക്ഷേ അമ്മയുടെ ഫോണിൽ എന്താ പറയുക ക്യാമറ ക്ലാരിറ്റി അധികം ഇല്ല. പിന്നെ എൻ്റെ ഫോണിൽ ക്യാമറ ക്ലാരിറ്റി ഉണ്ടെങ്കിലും എനിക്ക് വീഡിയോ എടുക്കാനുള്ള സ്റ്റോറേജ് ഇല്ല. ഒരുപാട് നാളത്തെ ആഗ്രഹമായിരുന്നു ഡെസ്ക് മേടിക്കണം എന്നുള്ളത്. അതെന്തായാലും സാധിച്ചു. ഞാൻ ശരിക്കും എൻ്റെ ഓരോ ഗോൾസും അച്ചീവ് ചെയ്ത് വരുന്നേ ഉള്ളൂ കേട്ടോ. അങ്ങനെ കുറേ ആഗ്രഹങ്ങളുണ്ട്, അതൊക്കെ സാധിക്കണം. അപ്പം അങ്ങനെയുള്ള സന്തോഷത്തിലിരിക്കുകയാണ്. എന്തായാലും ഇന്നത്തെ ദിവസം നല്ലൊരു സ്പെഷ്യൽ ആയിട്ടുള്ള ദിവസമായിരുന്നു. പിന്നെയാണെങ്കിൽ എനിക്ക് PR-ൻ്റെ കൊറിയറും ഉണ്ടായിരുന്നു കേട്ടോ വരാൻ വേണ്ടിയിട്ട്. അപ്പം അതും ഞാൻ നോക്കുന്നുണ്ടായിരുന്നു ഫോണിൽ ഇടയ്ക്കിടയ്ക്ക്. പിന്നെയാണെങ്കിൽ നമ്മൾ പഠിക്കുന്ന ടൈമിൽ ഫോൺ അടുത്ത് വയ്ക്കാതിരിക്കുന്നതാണ് നല്ലത്. പക്ഷേ ഞാനിപ്പോൾ ഫോൺ അടുത്ത് വെച്ചിട്ട് ഇരിക്കണത് വേറൊന്നുമല്ല, എനിക്ക് PR-ൻ്റെ കോള് വരും. എന്ന് വെച്ചാൽ പ്രമോഷൻ്റെ കൊറിയർ ബോക്സ് എത്തി എന്ന് പറഞ്ഞിട്ട് ഇങ്ങനെ ഒരു കോള് വരും. അപ്പോൾ അതിന് വേണ്ടി വെയിറ്റ് ചെയ്യുന്നതാണ് കേട്ടോ. ആണെങ്കിൽ എനിക്ക് ടൈമൊക്കെ നോക്കാൻ ഇഷ്ടമാണ്, പക്ഷേ എൻ്റെ റൂമിൽ ക്ലോക്കൊന്നുമില്ല. അതൊക്കെ സെറ്റ് ചെയ്യണമെന്ന് വിചാരിക്കുന്നുണ്ട് കേട്ടോ. എന്തായാലും ഈ ഒരു ഡെസ്ക് മേക്ക് ഓവറോട് കൂടിയിട്ട് എല്ലാവരും സെറ്റാക്കണം എന്ന് വിചാരിക്കുന്നുണ്ട്. നമുക്ക് പതിയെ സെറ്റ് ചെയ്ത് വരാം കേട്ടോ. ഒരു എഫക്റ്റീവ് സ്റ്റഡി വ്ളോഗായോ ഇഷ്ടപ്പെട്ടോ എന്നൊക്കെ നിങ്ങൾ പറയാം കേട്ടോ. എഫക്റ്റീവ് എന്നൊക്കെ പറയുമ്പോൾ എനിക്കങ്ങനെ എഫക്റ്റീവായിട്ട് പറയാനൊന്നും അറിയില്ല. എനിക്ക് തോന്നുന്നതൊക്കെയാണ് ഞാൻ പറയാറുള്ളത്. അല്ലാതെ അങ്ങനെ ഭയങ്കരമായിട്ട് മോട്ടിവേറ്റ് ചെയ്യാനും അങ്ങനെയൊന്നും എനിക്കറിയാത്ത ആളാണെങ്കിലും ഞാൻ സംസാരിക്കാറുണ്ട്. അത് വേറൊരു കാര്യം കേട്ടോ. പഠിക്കുന്ന ടൈമിൽ നമ്മൾ അതിൽ തന്നെ കോൺസെൻട്രേറ്റ് ചെയ്യാൻ വേണ്ടിയിട്ട് ശ്രദ്ധിക്കുക. പിന്നെയാണെങ്കിൽ പഠിക്കുന്ന ടൈമിൽ നമ്മൾ കിടക്കരുത് കേട്ടോ. അതെനിക്ക് നന്നായിട്ടൊരു കാര്യം പറയാനുള്ളതാണ്. വേറൊന്നുമല്ല, കടന്നു കഴിഞ്ഞാൽ അവിടെ കിടന്ന് ഉറങ്ങിപ്പോവും. ഞാനങ്ങനെ ഉറങ്ങിയിട്ടുണ്ട്. എത്ര പ്രാവശ്യമാണെന്ന് അറിയാം അങ്ങനെ ഉറങ്ങിയിട്ടുള്ളത്. എന്തായാലും അതുകൊണ്ട് തന്നെ ഞാൻ കിടക്കാറില്ല. കിടക്കാൻ തോന്നുവാണെങ്കിൽ തന്നെ ഞാൻ പറയുന്ന ഒരു ടിപ്പാണ് ഇത്. ഞാൻ പല വീഡിയോസിലും എടുത്തെടുത്ത് പറഞ്ഞിട്ടുണ്ട്. ഒരു ലൈം ജ്യൂസ് ഉണ്ടാക്കി അങ്ങോട്ട് കുടിക്കുക, എന്നിട്ട് മുഖം കഴുകിയിട്ട് പിന്നെ വന്നിരുന്ന് ഓടിക്കുക. നല്ലൊരു ടിപ്പാണിത്. അപ്പോൾ നിങ്ങളൊന്ന് ഫോളോ ചെയ്ത് നോക്കുക കേട്ടോ. എനിക്കിപ്പോൾ ലൈം ജ്യൂസ് ഒന്നും കുടിക്കാൻ തോന്നിയില്ല. കാര്യം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഞാൻ ഉച്ചക്കാലത്ത് ഫുഡ് കഴിച്ചിട്ടായിരുന്നു ഈ ഒരു വ്ളോഗ് എടുക്കാനും അതുപോലെ തന്നെ പഠിക്കാനൊക്കെ വേണ്ടിയിട്ട് ഇരുന്നിട്ടുണ്ടായിരുന്നത്. അപ്പോൾ അതുകൊണ്ട് തന്നെ ഫുള്ള് എന്താ പറയുക മനസ്സും വയറൊക്കെ നിറഞ്ഞുകൊണ്ട് തന്നെ എനിക്കിപ്പം ഒന്നും തോന്നിയിട്ടുണ്ടായിരുന്നില്ല പ്രത്യേകിച്ച്. അപ്പോൾ അതുകൊണ്ട് തന്നെ പഠിക്കാനായിട്ട് മൂടുണ്ടായിരുന്നു. അപ്പോൾ ഞാൻ ഫോൺ നോക്കുന്നത് വേറൊന്നുമല്ല കേട്ടോ, നമ്മുടെ പ്രൊമോഷൻ്റെ ആ കൊറിയറിൻ്റെ മെസ്സേജ് വന്നിട്ടുണ്ടോ എന്ന് നോക്കാൻ വേണ്ടിയിട്ടാണ് ഞാൻ നോക്കിയിട്ടുണ്ടായിരുന്നത്. വേറൊന്നുമല്ല, പിൻ കോഡ് അടിക്കുമല്ലോ, അപ്പം അത് പറഞ്ഞു കൊടുക്കണം. അപ്പോൾ അതിന് വേണ്ടിയിട്ട് അതൊക്കെ വന്നിട്ടുണ്ടോ എന്ന് നോക്കുകയായിരുന്നു. ആണെങ്കിൽ ഗൈസ് പഠിക്കുന്ന ടൈമിൽ ബ്രേക്ക് എടുക്കുന്നത് നല്ലൊരു കാര്യമാണ് കേട്ടോ. ആ ഒരു ബ്രേക്ക് എടുത്ത് ആ വഴിക്ക് പോകരുത്. നമ്മൾ ഇടയ്ക്കിടയ്ക്ക് ബ്രേക്കൊക്കെ എടുത്തു കഴിഞ്ഞാൽ നമുക്കൊരു റീഫ്രഷ്മെൻ്റ് ആണ്. കാര്യം വീട്ടിൽ എന്തൊക്കെയാണ് നടക്കണമെന്ന് നമുക്ക് ചുറ്റുപാട് നടക്കുന്ന കാര്യങ്ങളൊക്കെ അറിഞ്ഞ് അങ്ങനെ ഒരു ബ്രേക്കൊക്കെ എടുക്കുന്നത് നല്ല കാര്യമാണ് കേട്ടോ. എന്ന് വെച്ചാൽ നമ്മൾ ഒരു ഫോർ എക്സാമ്പിൾ പറയുകയാണെങ്കിൽ ഒരു അരമണിക്കൂർ പഠിച്ച് ഒരു 10 മിനിറ്റ് 5 മിനിറ്റ് ബ്രേക്ക് എടുക്കുക. അങ്ങനെ പോകുന്നത് നല്ലൊരു കാര്യമാണ്. പിന്നെ അരമണിക്കൂറിൻ്റെ ഇടയിൽ ബ്രേക്ക് എടുക്കുക എന്ന് പറയുന്നത് കുഴപ്പമൊന്നുമില്ല. പക്ഷേ അത്യാവശ്യം കൂടുതൽ നേരവും പഠിക്കാൻ വേണ്ടിയിട്ട് സ്പെൻഡ് ചെയ്യാൻ വേണ്ടിയിട്ട് ശ്രദ്ധിക്കുക. പിന്നെയാണെങ്കിൽ അടുത്ത് തന്നെ ആവശ്യമുള്ള എല്ലാ സാധനങ്ങളും എടുത്ത് വയ്ക്കുക. ഞാനാണെങ്കിൽ ഇങ്ങനെ അടുത്ത് വയ്ക്കുന്ന സാധനങ്ങൾ എന്ന് വെച്ചാൽ എനിക്ക് വേണ്ട സാധനങ്ങളൊക്കെ ഞാൻ മറന്നു പോവും, എന്നിട്ട് രണ്ടാമത് പോയി എടുക്കും. ഈ ഒരു വീഡിയോയിൽ ഞാൻ രണ്ടാമത് പോയിട്ട് എടുത്തിട്ടുണ്ടായിരുന്നു. ഞാൻ തന്നെ മറന്നു പോകുന്നതാണ് കേട്ടോ. ആവശ്യമുള്ള സാധനങ്ങളൊക്കെ എടുത്ത് വെച്ചിട്ട് തന്നെ പഠിക്കാനിരിക്കുക കേട്ടോ. പിന്നെയാണെങ്കിൽ ഞാൻ ഏറ്റവും കൂടുതലും മറന്നു പോകുന്ന ഒരു സംഭവമാണ് വാട്ടർ. അത് ഞാൻ എടുക്കാൻ എല്ലാ നേരവും മറന്നു പോകാറുണ്ട്. അപ്പോൾ അതുകൊണ്ട് തിരിച്ച് വയ്ക്കാറുണ്ട് കേട്ടോ. അപ്പം അങ്ങനെയൊക്കെ
ആയിരുന്നു കാര്യങ്ങൾ എന്ന് പറയുന്നത്. എന്തായാലും നല്ലൊരു വ്ളോഗാണോ അല്ലെന്ന് നിങ്ങൾ കമൻറ്റ് ചെയ്യുക. അടുത്ത വ്ളോഗിൻ്റെ സജഷൻസ് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ കമൻറ്റ് ചെയ്യാനായിട്ട് ശ്രദ്ധിക്കുക കേട്ടോ. അപ്പോൾ ഞാൻ എന്താ ചെയ്യുന്നതെന്ന് വെച്ച് കഴിഞ്ഞാൽ വേറൊന്നുമില്ല, നമ്മുടെ ഡെസ്കിൻ്റെ ഫോട്ടോ എടുത്ത് അയച്ചു കൊടുത്താണ് ഒരാൾക്ക്. എന്തായാലും അതാരാണെന്നൊക്കെ അയാൾക്ക് മനസ്സിലായിട്ടുണ്ടാവും, ഈ ഒരു വീഡിയോ കാണുന്നുണ്ടാവും. എന്തായാലും റെസ്പോൺസ് കാരണമാണ് ഞാൻ ഇതുപോലത്തെ വ്ളോഗ്സും കാര്യങ്ങളൊക്കെ ഇടുന്നത്. എന്തായാലും നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ എന്തായാലും അഭിപ്രായങ്ങളും കാര്യങ്ങളും അടുത്ത വ്ളോഗിൻ്റെ സജഷൻസും ഒന്നും പറയാനായിട്ട് മറക്കരുത് കേട്ടോ. എല്ലാം തന്നെ നിങ്ങൾക്ക് പറയാവുന്നതാണ്, നമ്മുടെ കമൻറ്റ് ബോക്സ് അതിനുള്ളതാണല്ലോ. ഇനി ഫോണൊക്കെ നോക്കിയിട്ട് നമ്മളിതേ പിന്നെയും പഠിക്കാൻ വേണ്ടിയിട്ട് ഇരുന്നിട്ടുണ്ട് കേട്ടോ. ശരിക്കും നല്ല ചൂടുണ്ടെങ്കിലും എനിക്ക് ഈ ഫാൻ ഉള്ളത് കൊണ്ട് അങ്ങനെ തോന്നിയില്ലേ ചൂട്. ഇന്നലെയൊക്കെ ആണെങ്കിൽ ഇവിടെ മഴയൊക്കെ ആയിരുന്നു കേട്ടോ. അതിൻ്റെ ഷോർട്സ് ഒക്കെ എടുത്ത് വെച്ചിട്ടുണ്ട്, എന്തായാലും അപ്ലോഡ് ചെയ്യാം കേട്ടോ. ഞാൻ ആലോചിക്കുന്ന ഒരു കാര്യമാണ് കേട്ടോ, 8ാം ക്ലാസ് ഒരു 6ാം ക്ലാസ് ആയത് എനിക്ക് ഓർമ്മയുണ്ട്. പിന്നെയാണെങ്കിൽ ഈ ഒരു 10ലോട്ട് എങ്ങനെയാണ് എത്തിയതെന്ന് എനിക്ക് ഇപ്പോഴും പിടിയില്ല കേട്ടോ. 4 വർഷം പോയൊരു പോക്ക്, അത് ഒരു സ്പീഡായിട്ടുള്ള ഒരു ട്രാവലിംഗ് ആയിരുന്നു. എനിക്ക് എപ്പോഴും തോന്നുന്ന ഒരു കാര്യമാണ് കേട്ടോ, വല്ല 1ാം ക്ലാസ്സിലോ 2ാം ക്ലാസ്സിലോ ഇരുന്നാൽ മതിയായിരുന്നെന്ന്. അപ്പോൾ ഇങ്ങനെയൊന്നും പഠിക്കേണ്ടല്ലോ. എന്നാലും ഇപ്പം നമ്മൾ പറഞ്ഞിട്ട് കാര്യമൊന്നുമില്ല, നമ്മൾ പഠിക്കേണ്ടടുത്ത് പഠിക്കേണ്ടി വരും. അപ്പം ഞാൻ നന്നായിട്ട് തന്നെ പ്രിപ്പയർ ചെയ്യാൻ വേണ്ടിയിട്ടൊക്കെ നോക്കുന്നുണ്ട്. 10th 9 ഒന്നും ഇല്ലാത്ത ടെൻഷനാണ് എനിക്ക് 10th ഉണ്ടായത് കേട്ടോ. എന്തായാലും സ്റ്റാർട്ടിങ് ആണ്. ഇനിയിപ്പോൾ ബാക്കിയുള്ള ഒരു ഓൺ എക്സാം കഴിയുമ്പോൾ അറിയാൻ പറ്റും ബാക്കിയുള്ള എക്സാംസൊക്കെ എങ്ങനെയായിരിക്കും, എങ്ങനത്തെ മോഡലായിരിക്കും. അടുത്ത വീഡിയോയിൽ എന്താ വേണ്ടതെന്നുള്ളത് നിങ്ങളൊന്ന് കമൻറ്റ് ചെയ്യുക. അതനുസരിച്ചിട്ടായിരിക്കും നമ്മൾ മെജോറിറ്റി കമൻറ്റ് നോക്കിയിട്ട് അപ്ലോഡ് ചെയ്യുന്നത്. അപ്പം എന്തായാലും നിങ്ങൾ കമൻറ്റ് ചെയ്യാനായിട്ട് മറക്കണ്ട. അപ്പോൾ ഇതൊക്കെയാണ് ഇന്നത്തെ ഒരു കുട്ടി സ്റ്റഡി വ്ളോഗ് എന്ന് പറയുന്നത്. അപ്പോൾ ലെങ്ത്ത് കുറേ പേര് പറയുന്നുണ്ട് കൂട്ടാൻ വേണ്ടിയിട്ട്. എന്തായാലും നോക്കാം കേട്ടോ, ഞാൻ മാക്സിമം എടുത്തിട്ടാണ് ഇപ്പോൾ വീഡിയോസൊക്കെ അപ്ലോഡ് ആക്കണത്. അപ്പോൾ എന്തായാലും ലെങ്ത്ത് കൂട്ടാൻ വേണ്ടിയിട്ട് നോക്കാം. ഒക്കെയാണ് കേട്ടോ എൻ്റെ ഒരു കുട്ടി SSLC 10th എഫക്റ്റീവ് സ്റ്റഡി റൂട്ടീൻ എന്ന് പറയുന്നത്. എന്തായാലും ഈ ഒരു വീഡിയോ ഇഷ്ടപ്പെട്ടു എന്ന് വിശ്വസിക്കുന്നു. ഇങ്ങനെ ഹോളി ചെന്ന ടൈമിൽ നേതുവാണെങ്കിൽ ഇത് അവിടെ കൊറിയൻ സീരീസ് ഡ്രാമ കണ്ടുകൊണ്ടിരിക്കുകയാണ് കേട്ടോ. അവൾക്ക് ഇതൊക്കെ ഭയങ്കര ഇഷ്ടമാണ്. അപ്പോൾ അതുകൊണ്ടാണ് ഞാൻ അവിടെ നിന്ന് പഠിക്കായിരുന്നത്. എന്തായാലും ഈ ഒരു വീഡിയോ യൂസ്ഫുൾ ആയെന്ന് വിശ്വസിക്കുന്നു. ഇഷ്ടപ്പെട്ട് കഴിഞ്ഞാൽ ലൈക്കും ഷെയറും സബ്സ്ക്രൈബും നിങ്ങളുടെ അഭിപ്രായങ്ങളും കമൻറ്റും ഒന്നും മറക്കണ്ട. നമ്മുടെ വീഡിയോ എല്ലാവരും ഹൈപ്പ് ചെയ്ത് സഹായിക്കണം കേട്ടോ. നമ്മുടെ കമൻറ്റ് ബോക്സിൻ്റെ അപ്പുറത്തുള്ള ഓപ്ഷനാണ് ഹൈപ്പ്. അപ്പ് ടാറ്റ കേട്ടോ.